ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇത് എൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപിയോയ്ക്ക് വേണ്ടിയിട്ട് മന്ത്ലി ഒക്ടോബർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല, ബാധിക്കില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ആൻഡ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. എത്രയും നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യണോ അത്രയും എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് മുമ്പോട്ട് പോയിട്ട് വീഡിയോസ് അത്രയും നിങ്ങൾക്ക് റെസൊനേറ്റ് ആവും. അപ്പോൾ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അതല്ലാണ്ട് നിങ്ങൾക്കൊരു പ്രൈവറ്റായി റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ അത് ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് കുറേ ആൾക്കാരുടെ എനർജീസ് ഇതിൽ ടാപ്പ് ആവും. നിങ്ങൾക്ക് പ്രൈവറ്റായി ഒരു സെഷൻ ബുക്ക് ചെയ്യണം വെച്ചാൽ, നിങ്ങൾക്ക് മാത്രമായിട്ടൊരു റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ല വെച്ചാൽ എൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ വാട്സാപ്പിൻ്റെ ഒരു ചാറ്റ് ഐക്കൺ കാണും അവിടെ. അത് ക്ലിക്ക് ചെയ്ത് എൻ്റെ കൂടെ ചാറ്റ് ചെയ്യാം. ആൻഡ് അവിടെയും ഞാൻ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങൾക്ക് ഒക്ടോബർ മെസ്സേജസ് എന്ന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ സ്കോർപിയോ, നിങ്ങളുടെ ഒക്ടോബർ മെസ്സേജ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ, സ്കോർപിയോയുടെ പാസ്റ്റിൽ എന്താണ് മെസ്സേജ്? സ്കോർപിയോയുടെ പാസ്റ്റ് എനർജി, സ്കോർപിയോയ്ക്ക് വേണ്ടിയിട്ട് പാസ്റ്റ് എനർജി ഡെത്ത് ആണ്. ഇത് സ്കോർപിയോയുടെ തന്നെ എനർജിയാണ്. നിങ്ങളുടെ കറണ്ട് ഒക്ടോബർ എനർജി എന്താണ്? കറണ്ട് ഒക്ടോബർ എനർജി സ്കോർപിയോയ്ക്ക് വേണ്ടിയിട്ട്, കറണ്ട് ഒക്ടോബർ എനർജി 10 of Wands ആണ്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി എന്താണ്? ഫ്യൂച്ചർ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് 9 of Wands ആണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്, ഒക്ടോബർ മാസത്തിൻ്റെ ചാലഞ്ച് നിങ്ങൾക്ക് 5 of Swords. നിങ്ങളുടെ അഡ്വൈസ് നിങ്ങൾക്ക് 2 of Wands. നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ എന്താണ്? ഹിഡൻ ഫാക്ടർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മജിഷ്യൻ. നിങ്ങളുടെ ഓവറോൾ എനർജി, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്ടോബർ മാസത്തിൻ്റെ ജഡ്ജ്മെൻറ്റ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ഈ കാർഡാണ്. ഇത് നമ്മൾക്ക് എൻഡിൽ റിവീൽ ചെയ്യാം, എന്താണെന്ന് നോക്കാം. പക്ഷേ നിങ്ങളുടെ ഓവറോൾ എനർജി ഒക്ടോബർ മാസത്തിൻ്റെ ജഡ്ജ്മെൻ്റ് ആണ്. ജഡ്ജ്മെൻറ്റ് ഒരു റെന്യൂവൽഡ് എനർജിയാണ്. ചില കേസസിൽ ഒരു എൻഡിങ് ആൻഡ് ഒരു പുതിയ ബിഗിനിങ് അതുമാവാം. റിലേഷൻഷിപ്പിൽ ഇതൊരു റീകൺസിലിയേഷൻ ആവാം. അതല്ല വെച്ചാൽ ഒരു വലിയ ചേഞ്ച് എന്ന് വെച്ചാൽ എന്തോ നിങ്ങളുടെ ലൈഫിൽ റെന്യൂ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കരിയർ ആയിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം. നമ്മൾക്കിത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഈ ജഡ്ജ്മെൻറ്റ് കാർഡ് ഇവിടെ എന്താണ്? അപ്പോൾ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, ഇല്ലാച്ച നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ കരിയറിൽ. ആ സിറ്റുവേഷൻ ഇപ്പോൾ എൻഡ് ആവണു. ഇത് ചില കേസസിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ആവാം. ആ തേർഡ് പാർട്ടിയുടെ കാരണം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് നിങ്ങൾ പോണത്. എന്താണ് ഈ 5 of Wands? Ace of Wands. അപ്പോൾ ഇവിടെ ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് ആണ് ഞാൻ കാണുന്നത്. മേ ബി നിങ്ങളും നിങ്ങളുടെ ഒരു പേഴ്സൺ പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ കൂടെ ഇടയ്ക്ക് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. ഈ റിലേഷൻഷിപ്പ് ഞാൻ കാണുന്നത് ഒരു പാഷനറ്റ് റിലേഷൻഷിപ്പ് ആയിരുന്നു. പക്ഷെ എന്തോ ഈ മാസം ഒരു കൺക്ലൂഷൻ ഉണ്ടാവാൻ പോകുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. ഈതർ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് വിട്ടിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകും, ഓർ എൽസ് ആ പാസ്റ്റ് സിറ്റുവേഷൻ, ആ കോൺഫ്ലിക്റ്റിനെ നിങ്ങൾ എൻഡ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ് ഈ റിലേഷൻഷിപ്പിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ ഡെത്ത് ആണ്. ഇത് നിങ്ങളുടെ തന്നെ എനർജിയാണ്, സ്കോർപിയോ എനർജിയാണ്. പക്ഷേ ഇത് ആദ്യം ഒരു റെന്യൂവൽഡ് എനർജിയാണ്, ഒരു എൻഡിങ്ങും ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ് ഇത്. അപ്പോൾ പാസ്റ്റിൽ തന്നെ ഞാൻ കാണുന്നത് ഒരു വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഈ ചേഞ്ച് എന്താണ്? ഈ ഡെത്ത് എനർജി ഇവിടെ എന്താണ് കാണുന്നത്? അപ്പോൾ ചാരിയറ്റ് ഉണ്ട് ഇവിടെ. ചാരിയറ്റ് ക്യാൻസർ എനർജിയാണ്.
ഈ എൻഡിങ് മേ ബി ഒരു റീലൊക്കേഷനും ആവാം. മേ ബി നിങ്ങൾ പാസ്റ്റിൽ വേറൊരു സ്ഥലത്ത് റീലൊക്കേറ്റ് ചെയ്തു, ഇല്ലെങ്കിൽ ഒരു പുതിയ ജോബ് ജോയിൻ ചെയ്തു. അതല്ലച്ച മേ ബി ഒരു വലിയ ഡിസിഷൻ നിങ്ങൾ എടുത്തു, അപ്പോൾ ഒരു വലിയ ചേഞ്ച് ആയിരുന്നു ആ ഡിസിഷൻ. അതല്ലച്ച ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്ത് പോവാൻ, ഒരു ന്യൂ ഡയറക്ഷനിലേക്കാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്ത് ആ ഡയറക്ഷനിലേക്ക് പോകാനാണ് ഡിസൈഡ് ചെയ്തത്. കാരണം ഇവിടെ കുറെ ഹാപ്പിനെസ് ഉണ്ട്, അബണ്ടൻസ് ഉണ്ട്. ഓക്കെ, സൺ ലിയോ എനർജിയാണ്. ഇപ്പോൾ കറണ്ട് എനർജിയിൽ 10 of Wands ആണ്. അപ്പോൾ 10 of Wands ഒരു അഗൈൻ ഒരു വെരി ഡിഫിക്കൾട്ട് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളൊരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകുന്ന എനർജിയാണിത്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു, ബാഗേജ് ഉണ്ടായിരുന്നു, ബേർഡൻസ് ഉണ്ടായിരുന്നു, ഗിൽട്ട് ഉണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾ റിലീസാണ് ചെയ്യണത്. നിങ്ങൾ ചില റെസ്പോൺസിബിലിറ്റീസും റിലീസ് ചെയ്യണു. എസ്പെഷ്യലി കരിയറിൽ നിങ്ങളായിരുന്നു എല്ലാം റെസ്പോൺസിബിലിറ്റീസ് എടുക്കുന്നുണ്ടായിരുന്ന ഒരു ജോലിയിൽ. അപ്പം നിങ്ങളത് റിലീസ് ചെയ്തിട്ട് ഈതർ നിങ്ങളൊരു പുതിയ ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ടാവും, ഓർ എൽസ് നിങ്ങൾക്കൊരു പുതിയ ജോലി കിട്ടിയിട്ടുണ്ടാവും. അതല്ല വെച്ചാൽ എന്തോ നിങ്ങളിപ്പോൾ യുനോ ആ ഇപ്പോൾ മുമ്പത്തെ മാതിരി നിങ്ങൾ ആ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഡിസൈഡ് ചെയ്യണത് എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ജോബ് പ്രൊഫൈൽ മാത്രമേ ചെയ്യുള്ളൂ, വേറെ ആൾക്കാരുടെ റെസ്പോൺസിബിലിറ്റി ഞാൻ എടുക്കാൻ പോകുന്നില്ല. ഇത് റിലേഷൻഷിപ്പിലും അങ്ങനെ തന്നെ ആയിരിക്കാം. മേ ബി ഈ റിലേഷൻഷിപ്പ് കുറേ ബേർഡനിങ് ഫീൽ ആവാൻ തുടങ്ങി നിങ്ങൾക്ക്. എന്നുവെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് ഓവറോൾ എനർജിയിൽ ഒരു തേർഡ് പാർട്ടിയാണ്, കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ അത് കുറേ നിങ്ങൾ സഹിച്ചു, പക്ഷെ ഇപ്പോൾ നിങ്ങൾ യുനോ അത് ലെറ്റ് ഗോ ചെയ്യാൻ റെഡിയാണ്. അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. അപ്പോൾ 10 of Wands ഇവിടെ എന്താണ്? ടവർ. ആദ്യം സ്കോർപ്പിയോ എനർജി, പക്ഷെ ഇതൊരു വലിയ ബ്രേക്കപ്പ്, ചേഞ്ച്, ട്രാൻസ്ഫോർമേഷൻ്റെ എനർജിയാണ്. എന്തോ ഒരു ഷോക്കിംഗ് ഇവൻറ്റ് ആവണ മാതിരി. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്ടോബർ മാസം ഡെഫിനറ്റ്ലി ഒരു ലൈഫ് ചേഞ്ചിങ് മന്ത് ആണ്. എന്നുവെച്ചാൽ ഇവിടെ കുറേ ചേഞ്ചസ് ആണ് ഞാൻ കാണുന്നത്. ഓക്കെ, ടവർ എനർജി എന്താണ് ഇവിടെ? നിങ്ങൾ പക്ഷെ നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റിന്റെ ഡയറക്ഷനിലേക്കാണ് പോണത്. നിങ്ങളുടെ ഹാപ്പിനെസ് ആണ് പെർസ്യൂ ചെയ്യണത്. നിങ്ങളുടെ ഹാപ്പിനെസ് എവിടെ വെച്ചാൽ നിങ്ങൾ ആ ഡയറക്ഷനിലേക്കാണ് പോണത്. ഇപ്പോൾ നിങ്ങൾ വേറെ ആൾക്കാരുടെ ഹാപ്പിനെസ് അല്ല പ്രയോറിറ്റൈസ് ചെയ്യണം. നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ചാൽ നിങ്ങളുടെ ഹാപ്പിനെസ് എവിടെ വെച്ചാൽ അങ്ങനെയാണ് നിങ്ങൾ ഡിസിഷൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് 9 of Wands ആണ്. 9 of Wands കുറച്ചൊരു ഡിഫെൻസീവ് എനർജിയാണ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഒരു ഡിസപ്പോയിൻമെന്റ് ഉണ്ടായി. അപ്പോൾ ആ പേടിയുണ്ട് എപ്പോഴും. അത് ഇപ്പം നെക്സ്റ്റ് വരാൻ പോണ എന്തായിരിക്കും, എൻ്റെ ലൈഫിൽ വരാൻ പോണ ചേഞ്ചസ് എന്തായിരിക്കും, എൻ്റെ ലൈഫിൽ വരാൻ പോണ ഡിഫിക്കൽട്ടീസ് എന്തെങ്കിലും ഉണ്ടാവുമോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമോ, ചാലഞ്ചസ് ഉണ്ടാവുമോ. അപ്പം നിങ്ങൾ എപ്പോഴും ഒരു റെഡി ടു ഫൈറ്റ് എനർജിയിലാണ് 9 of Wands. 9 of Wands എന്താണ് ഇവിടെ? അപ്പം നിങ്ങളുടെ ഡയറക്ഷനിൽ വരണത് ഒരു പുതിയ ബിഗിനിങ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഡിഫെൻസീവായി നിൽക്കുന്നത്. എന്നുവെച്ചാൽ ഈ പുതിയ ബിഗിനിങ് കുറച്ച് നിങ്ങൾ നെർവസ് ആണ്. ഇതൊരു പുതിയ പേഴ്സൺ ആവാം, പുതിയ ലവ് ഇൻട്രസ്റ്റ് ആയിരിക്കാം, ഓർ എൽസ് ഒരു പുതിയ ജോലിയും ആവാം. നിങ്ങളൊരു പുതിയ കോഴ്സ് ജോയിൻ ചെയ്യാനും യുനോ ഡിസൈഡ് ചെയ്യുന്നുണ്ടാവും. ഇല്ലെങ്കിൽ ഒരു ന്യൂ ഡിറക്ഷനിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യുന്ന വെച്ചാൽ പുതിയ സ്ഥലത്ത്, പുതിയ ജോലി, പുതിയ കമ്പനി. അപ്പോൾ എന്തോ ഒരു പുതുമ മാതിരി ഒരു ന്യൂ എനർജി ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഫ്യൂച്ചറിൽ. ആൻഡ് അതുകൊണ്ട് കുറച്ച് നിങ്ങൾ നെർവസ് ആണ്. എന്നുവെച്ചാൽ നിങ്ങൾക്കെല്ലാം ശരിയായി പോകണം എന്നുണ്ട്. അപ്പോൾ ഈ പേജ് ഓഫ് സോർഡ്സ് എന്താണ് ഇവിടെ? വേറെ കാര്യം എനിക്ക് ഇവിടെ കിട്ടുന്നത് എന്താ വെച്ചാൽ മെസ്സേജ്, നിങ്ങളുടെ ലൈഫിലൊരു പേഴ്സൺ വരുന്നുണ്ട്. ഈ പേഴ്സൺ നിങ്ങൾ അറിയണ പേഴ്സൺ തന്നെയാണ്. അപ്പം മേ ബി ഇത് ആ സെയിം പേഴ്സൺ ആയിരിക്കാം. നിങ്ങൾ എൻഡിങ് ചെയ്ത പേഴ്സൺ, ആ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്ത പേഴ്സൺ ആയിരിക്കാം തിരിച്ച് ഫ്യൂച്ചറിലും തിരിച്ചു വരണ്ടാവുക. എന്നുവെച്ചാൽ ഈ പേഴ്സൺ ഒരു ഇൻ ആൻഡ് ഔട്ട് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. ഒരു പ്ലെയർ എനർജിയാണ് ഞാൻ കാണുന്നത്. ഇവര് നിങ്ങളുടെ ലൈഫിൽ ഒക്ടോബർ മാസത്തിൽ ആബ്സെന്റ് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ സഡൻലി അവർ തിരിച്ചു വരുന്നുണ്ട് ഫ്യൂച്ചറിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ചൊരു സൂക്ഷിച്ച് ഡീൽ ചെയ്യണത്. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് ഇപ്പോൾ ആദ്യം എൻ്റെ ലൈഫിൽ വന്നത്, അതാണ് നിങ്ങളുടെ മനസ്സിൽ ക്വസ്റ്റ്യൻ ഉള്ളത്. 5 of Swords ആണ് നിങ്ങളുടെ ചാലഞ്ച്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഒക്ടോബർ മാസത്തിൽ എന്താ വെച്ചാൽ നിങ്ങൾ കുറേ നെഗറ്റിവിറ്റി
ഫീൽ ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. ഇത് ജെലസ് എനർജീസ് ആണ്, ഗോസിപ്പ് ആണ്, വേറെ ആൾക്കാർ നിങ്ങളുടെ ലൈഫിലും ജോലിയിലും ഒക്കെ ഇന്റർഫിയർ ചെയ്യണ എനർജിയാണ്. ഓഫീസ് പോളിറ്റിക്സിന്റെ എനർജി ആവാം, ഫാമിലി എക്സ്റ്റെൻഡഡ് ഫാമിലി എന്തെങ്കിലും ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയണത്, അങ്ങനത്തെ ഒരു എനർജി ആവാം. അതല്ല ചില ഫ്രണ്ട്സ് ഇങ്ങനെ നെഗറ്റീവായി പറയുമ്പോൾ നിങ്ങൾ കുറേ ഹേർട്ട് ആവണു. ടെൻ ഓഫ് സോർട്സ് ഇവിടെ ഒരു എൻഡിങ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ആ എൻഡിങ്ങിനെ കുറിച്ച് കുറേ ആൾക്കാർ അവരുടെ ഒപ്പീനിയൻസ് പറയണു. എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇവന്റ് ഉണ്ടായി, ഇങ്ങനെ ഒരു എൻഡിങ്ങോ ഇല്ല ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ഉണ്ടായിച്ചാൽ വേറെ ആൾക്കാർ ഇതിൽ കുറെ അവരുടെ ഒപ്പീനിയൻസ് പറഞ്ഞ് കാര്യങ്ങൾ നീയും വഷളാക്കുക. അപ്പോൾ അങ്ങനെ ഒരു എനർജി ഞാൻ ഇവിടെ കണ്ട. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. വേറെ ആൾക്കാർ അവരുടെ ഒപ്പീനിയൻസ്, അതാണ് ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ചായി കാണുന്നത്. ക്വീൻ ഓഫ് സോർഡ്സ്. അപ്പം നിങ്ങൾ കുറെ സ്ട്രോങ് ആയിട്ട് ഈ ഗോസിപ്പും ഇവരെ ഒക്കെ ഡീൽ ചെയ്യണ്ട. എന്നുവെച്ചാൽ ഇവിടെ ഒരു സെപ്പറേഷൻ ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഡിവോഴ്സ് എടുത്തിട്ടുണ്ട്, അതല്ല സെപ്പറേറ്റഡ് ആണ് നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്തിന്. ആൻഡ് അത് കുറെ ഇങ്ങനെ ഗോസിപ്പും അങ്ങനെ ആൾക്കാർ പറയണതും അതൊക്കെ നിങ്ങൾ ഡീൽ ചെയ്യേണ്ട. അതിൻ്റെ കുറെ സ്ട്രിക്റ്റ് ആയിട്ടാണ് നിങ്ങൾ എല്ലാവരുടെയും കൂടെ ഡീൽ ചെയ്യണത്. പക്ഷെ എന്തായാലും അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യണു. നിങ്ങളുടെ അഡ്വൈസ് 2 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ അഡ്വൈസ് നിങ്ങളോട് യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇതിനൊക്കെ ഇഗ്നോർ ചെയ്ത് ഈ നെഗറ്റിവിറ്റി ഇഗ്നോർ ചെയ്തിട്ട് ഇപ്പൊ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യാം. എന്നുവെച്ചാൽ ഇവിടെ ഇപ്പൊ നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട്. ഫ്യൂച്ചർ എങ്ങനെയാ നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. ഏത് ഡയറക്ഷനിലേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടതെന്ന്. എന്നുവെച്ചാൽ ഇവിടെ ഇൻറ്റ്യൂഷൻ കുറെ സ്ട്രോങ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ വോയിസ് കേൾക്കാനാണ് പറയണത്. കുറെ കൺഫ്യൂഷനും ഉണ്ടാവും നിങ്ങൾക്ക്. എന്നുവെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏത് വഴി വേണിച്ചാലും പോവാം, ഏത് കാര്യം പെർസ്യൂ ചെയ്യാം, ഏത് ജോലി വേണിച്ചാലും പെർസ്യൂ ചെയ്യാം. ഇല്ലച്ചാൽ പുതിയ റിലേഷൻഷിപ്സ് ഓപ്പൺ ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇഷ്ടം വെച്ചാൽ നിങ്ങൾക്ക് ആ ഡയറക്ഷനിലേക്ക് പോവാം. പക്ഷെ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ട്. എന്നുവെച്ചാൽ ഇപ്പോൾ എന്താ വേണ്ടേ, എങ്ങനെയാ ഇപ്പോൾ മുമ്പോട്ട് പോകണ്ടേ, എന്താ ചെയ്യണ്ടേ ഒന്നും അറിയാത്ത ഒരു എനർജിയാണ് ഞാൻ ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താ പറയുന്നത് വെച്ചാൽ ആ വോയിസ് കേൾക്കുക. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ മജിഷ്യൻ ആണ്. നിങ്ങളുടെ എന്തോ ഒരു മാനിഫെസ്റ്റേഷൻ ട്രൂ ആവാൻ പോകുന്നുണ്ട്. നിങ്ങൾ എന്താ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഈ മാനിഫെസ്റ്റേഷൻ എന്താണ്? അപ്പോൾ ഈ പേഴ്സൺ ഈ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു നൈറ്റ് ഓഫ് വാൻഡ്സ് ഉണ്ട് ഫ്യൂച്ചറിൽ. ഈ പേഴ്സൺ നിങ്ങൾക്ക് ഒരു സീരിയസ് ഓഫർ കൊണ്ടുവരുന്നുണ്ട്. മേ ബി നിങ്ങൾ ഈ പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരും എന്നായിരിക്കും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി വരുന്നുണ്ട്, ഒരു സീരിയസ് ഓഫർ കൊണ്ടുവരുന്നുണ്ട്. ഈ പേഴ്സൺ നിങ്ങൾ സെയിം ആ വിട്ട പേഴ്സൺ തന്നെയാണ്. പക്ഷെ ഇപ്രാവശ്യം അവർ വരുമ്പോൾ അത് കുറച്ചുകൂടി ഒരു സീരിയസ് എഫേർട്ടും സീരിയസ് ഓഫറാണ് കൊണ്ടുവരണത്. പക്ഷെ നിങ്ങൾ ഷുവർ അല്ല എന്താ വേണ്ടതെന്ന്. എന്നുവെച്ചാൽ നിങ്ങളുടെ ആൻഡ് ഇവരുടെ ഇടയ്ക്ക് ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. 8 ഓഫ് പെൻറ്റക്കിൾസ്. ഇവിടെ ഈ പേഴ്സണിന് ഈ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യണം എന്നായിരിക്കും അവരുടെ ഇൻറ്റൻഷൻ. പക്ഷേ നമ്മൾക്ക് നോക്കാം ഔട്ട്കം എന്താണ് എന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒക്ടോബർ മാസത്തിൻ്റെ ഔട്ട്കം കിങ് ഓഫ് സോർഡ്സ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് ക്ലിയർലി വെരി പ്രാക്ടിക്കലായി കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനാണ് പറയണത്. ആൻഡ് വേറെ ഞാൻ പറഞ്ഞ മാതിരി ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താ നിങ്ങളോട് പറയണമെന്ന് വെച്ചാൽ ആ വോയിസ് കേൾക്കുക. എന്ന് വെച്ചാൽ കുറേ ടെംപ്ടേഷൻസ് ഉണ്ട്, കുറേ ആൾക്കാർ നിങ്ങൾക്ക് കുറേ ഒപ്പീനിയൻസ് തരും. കിങ് ഓഫ് സോർഡ്സ് ഇവിടെ സ്റ്റാർ എനർജി, എക്വേരിയസ് ഒരു സ്ട്രോങ് എനർജിയാണ് ഞാൻ ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളോട് ഹീൽ ചെയ്യാനാണ് പറയണത്. നിങ്ങളുടെ വിഷസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. ഫിനാൻഷ്യലി കുറേ നല്ല സമയമാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യലി പിന്നെ കരിയറിൽ എന്തെങ്കിലും ചെയ്യണം വെച്ചാൽ അത് ഒരു നല്ല സമയമാണ് ഒക്ടോബർ. നിങ്ങളുടെ ഫാമിലിയുടെ ഹെൽപ്പ് എടുക്കുക. എസ്പെഷ്യലി റൊമാൻറ്റിക് സിറ്റുവേഷൻസിൽ പ്രോബ്ലംസ് ഉണ്ട് വെച്ചാൽ നിങ്ങളുടെ ഫാമിലി നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അവരുടെ ഹെൽപ്പ് എടുക്കുക, അവരുടെ സപ്പോർട്ട് എടുക്കുക. ആൻഡ് അവരെ കൺസൾട്ട് ചെയ്ത് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് ഞാൻ അഗൈൻ ഒരു ന്യൂ ജോലി, ഒരു പുതിയ ജോലി, ഒരു പുതിയ കരിയർ അത് കാണുന്നുണ്ട് ഇവിടെ. ആൻഡ് അത് കുറേ സക്സസ്ഫുൾ ആവും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരു പുതിയ ബിസിനസ് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തുടങ്ങാം.
പക്ഷെ ഹെർമിറ്റ് ആണ് ഇവിടെ. ഇത് കുറച്ചൊരു ഐസൊലേറ്റഡ് എനർജിയാണ്. യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾ എന്താ ഡെസിഷൻ എടുക്കണമെന്ന് വെച്ചാൽ കുറെ സൂക്ഷിച്ച് വേണം ഡെസിഷൻ എടുക്കുക. നിങ്ങൾക്ക് വേണിച്ച സമയം എടുത്തിട്ട് മതി ഡെസിഷൻ എടുക്കുക. അങ്ങനെ ഒരു റഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നുവെച്ചാൽ ഞാൻ റൊമാൻറ്റിക് ആൻഡ് കരിയർ രണ്ടിലും വലിയ ചേഞ്ചസ് ഞാൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അത് സൂക്ഷിച്ച് നല്ലോണം എല്ലാം കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഡിസിഷൻ എടുക്കുക. നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം എന്താ വേണ്ടത്, എന്താ നിങ്ങൾക്ക് നല്ലത്, മുമ്പോട്ട് പോയിട്ട് എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ബാധിക്കാതെ എങ്ങനെയാ ബാധിക്കുക അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, നിങ്ങൾ കുറെ വൈസ് ആണ്, നിങ്ങൾക്ക് കുറെ എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങളുടെ ഇന്നർ ഇൻറ്റ്യൂഷൻ കുറെ സ്ട്രോങ് ആണ്. പക്ഷെ ആ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്യുക, ആ എക്സ്പീരിയൻസിന് പഠിക്കുക, ആൻഡ് ആ എക്സ്പീരിയൻസസ് നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് സ്കോർപ്പിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് എക്വേരിയസ്, ഫയർ സൈൻ ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്, ഇവിടെ വാട്ടർ സൈൻസ് ഉണ്ട്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. അങ്ങനെ ഒരു പ്രത്യേകിച്ച് അങ്ങനെ സൈൻ ഒന്നുമില്ല. എക്വേരിയസ് ഞാൻ സ്ട്രോങ് ആയി കാണുന്നുണ്ട്, ആൻഡ് ഫയർ സൈൻ ഞാൻ കാണുന്നുണ്ട്, പൈസീസും ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഏതും സൈൻ ആവാം. സൈൻസ് ഇമ്പോർട്ടൻ്റ് അല്ല, മെസ്സേജ് ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു പ്രൈവറ്റ് ആയി റീഡിങ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ എങ്ങനെയാണ് റെസൊനേറ്റ് ആയി എന്ന് പറയുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.